ചേട്ടാ, ഈ മാസം പകുതിയാകുമ്പോഴത്തേക്കും അടുത്ത കർക്കിടക മാസത്തിലേക്ക് 16-ാം തീയതിയാണോ? 16-ാം തീയതി. അപ്പോൾ കർക്കിടക മാസത്തിലേക്ക് കടക്കുന്നു. ഇനി രാമായണ പാരായണം ക്ഷേത്രങ്ങളിലും വീടുകളിലുമൊക്കെ അല്ലേ? എന്തായിരിക്കും ഈ കർക്കിടക മാസത്തിൻ്റെ ഒരു സംഭവങ്ങളിലേക്ക് നമ്മൾ കടക്കുക? കർക്കിടക മാസം പൊതുപോലെ രാമായണ പാരായണമൊക്കെ ആയിട്ട് പോകും. സകല ശുഖകുല വിമല തിലകിത കളയ വരെ അല്ലേ? കഥയമമ കാകുൽസ്ഥ ലീലകൾ കെട്ടാൽ മതി വര. പക്ഷേ രാമായണം ഇല്ലാതെ കർക്കിടക മാസം ഇല്ല. രാമായണത്തിൻ്റെ വിൽപ്പന ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാലമാണ് കർക്കിടക. എല്ലാ വർഷവും രാമായണ മാസം ആരംഭിക്കുന്നതിന് മുമ്പ് രാമായണ ഗ്രന്ഥത്തിൻ്റെ വലിയ പരസ്യങ്ങൾ വരും. ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ രാമായണം ഇറക്കുന്നത് മാതൃഭൂമി, മനോരമ, പിന്നെ DC ബുക്സ്, ഇവരാണ് ഏറ്റവും കൂടുതൽ രാമായണം ഇറക്കി. വലിയ പ്രത്യേക ഓഫറൊക്കെയാണ് രാമായണം വാങ്ങുന്നത്. അപ്പോൾ എനിക്ക് വലിയ തമാശ എന്ന് തോന്നുന്നത്, രാമായണ മാസം വരുമ്പോൾ രാമായണത്തിൻ്റെ വിൽപ്പന ആയിരക്കണക്കിന് കോപ്പിയാണ് ഇവർ വിൽക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, 50 വർഷം കഴിഞ്ഞാൽ സാധാരണ കോപ്പിറൈറ്റ് ഇല്ലാണ്ടാവും. 50 വർഷം ഒക്കെയാണ് ഒരു പാരാമീറ്റർ. അപ്പോൾ കോപ്പിറൈറ്റ് വീണ്ടും റീപ്രിൻ്റ് ഇറക്കുന്ന പുസ്തകങ്ങൾ ചില പ്രത്യേക വ്യവസ്ഥകൾ ഒഴിവാക്കിയാൽ ജനറലി അങ്ങനെയാണ്. പൊതുവിൽ 50 വർഷം കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇല്ല, ആർക്കും ഇറക്കാമെന്നാണ് പൊതുവായി പറയുന്നത്. എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ രാമായണം എഴുത്തച്ഛൻ്റെ കാലം എത്രയോ കഴിഞ്ഞു. അതുകൊണ്ട് രാമായണം ആർക്കും ഇറക്കാം. അപ്പോൾ വലിയ തോതിൽ ബിസിനസ് നടക്കുന്ന ഒരു മേഖലയാണ്. ഒരു പൈസ കോപ്പിറൈറ്റ് കൊടുക്കണ്ട, അച്ചടിക്കാശ് മാത്രം മതി പുസ്തകം ഇറക്കുന്ന പ്രസാധകർക്ക്. കിട്ടുന്ന മുഴുവൻ ലാഭമാണ്. ഒരു 300-400 രൂപയൊക്കെ വരെയായിട്ട് വിറ്റാൽ ലക്ഷക്കണക്കിന് രൂപയാണ് രാമായണ വിൽപ്പനയിലൂടെ ഓരോ വർഷവും. പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റർ മത്സരത്തിന് രംഗത്തുള്ള 3 പേരാണ് DC ബുക്സ്, മനോരമ, മാതൃഭൂമി. ഈ 3 പേരും ഈ സമയത്ത് ഹിന്ദുക്കളെ ആകെ പ്രബുദ്ധരാക്കാൻ, രാമായണത്തിൻ്റെ അനുഭൂതി ലഭ്യമാക്കാൻ വേണ്ടി രാമായണം അച്ചടിച്ച് വിൽക്കുന്നുണ്ട്. നല്ല പരസ്യം കൊടുക്കും. നല്ല കാര്യം. ഓഫറും ഒക്കെ പത്രത്തിലൊക്കെ നല്ല പരസ്യം വന്നു. രാമായണം, മാതൃഭൂമി രാമായണം, അല്ലെങ്കിൽ മനോരമ രാമായണം, അല്ലെങ്കിൽ DC രാമായണം. നല്ലതാണ്, പുസ്തകങ്ങൾ ഇറക്കട്ടെ, രാമായണം ഒരുപാട് പ്രചരിക്കണം. പക്ഷേ എനിക്കൊരു സംശയം, ഇവർക്കൊക്കെ രാമായണത്തോടുള്ള സ്നേഹം ഈ കർക്കിടക മാസം വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അതങ്ങനെ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ രാമനോടുള്ള സ്നേഹം, ഇപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് ആലോചിക്കുന്നത്, നമ്മുടെ രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തി റീസെൻ്റ്ലി. അതിനകത്ത് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത്, രാമജന്മഭൂമി പ്രസ്ഥാനത്തെ നമ്മൾ അയോധ്യയിൽ തോൽപ്പിച്ചു, ഇനി നമുക്ക് ഗുജറാത്ത് പിടിക്കണം. രാമജന്മഭൂമി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? രാമക്ഷേത്രം തകർത്ത് ബാബർ എന്നുള്ള അക്രമകാരി അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിക്കടിയിലായിരുന്നു രാമൻ വഴിയാധാരമായി ഒരു രാംലല്ലയുടെ വിഗ്രഹം ഒരു ടർപ്പാളിൻ ഷീറ്റിന് കീഴിൽ 500 വർഷം കഴിഞ്ഞു. ആ 500 വർഷം കഴിഞ്ഞ ഭാരതീയൻ്റെ ഹിന്ദുമത വിശ്വാസികളുടെ അഭിമാനമാണ് രാമൻ. ഇന്ത്യയുടെ പ്രതിരൂപമാണ്. രാമനില്ലാതെ ഭാരതമില്ല. നമ്മുടെ ഭരണഘടനയുടെ ആദ്യത്തെ കോപ്പി, ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ കോപ്പിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന രാമായണ കഥകളാണ്. രാമായണ ചിത്രീകരണത്തിലുണ്ട്, ആർക്കൈവ്സിലുണ്ട്. അതിൻ്റെ കോപ്പികളൊക്കെ നെറ്റിൽ ലഭ്യമാണ്, ഇൻ്റർനെറ്റിൽ അതിൻ്റെ പകർപ്പ് കിട്ടും. അപ്പോൾ രാമനില്ലാതെ, രാമായണമില്ലാതെ ഭാരതമില്ല. അതിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമാണ് രാമൻ. ഭാരതീയൻ്റെ പ്രതിപുരുഷനാണ്, ഭാരതത്തിൻ്റെ പ്രകാശമാണ്. ഈ രാമജന്മഭൂമി പ്രസ്ഥാനത്തെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള രാമന് ഒരു ക്ഷേത്രമുണ്ടാകുന്നതിനെ തോൽപ്പിച്ചു എന്നാണ്. രാമനെ തോൽപ്പിച്ചു എന്നാണ്. അത് മനോരമ റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയെന്നറിയോ? രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം സിറ്റീസ് അതേപടി മനോരമ കൊടുത്തില്ല. മനോരമ പിന്നെ കൊടുത്തെന്നറിയോ? BJP നമ്മൾ അയോധ്യ തോൽപ്പിച്ചു, ഇനി ഗുജറാത്ത് തോൽപ്പിക്കണം. BJP രാമജന്മഭൂമി പ്രസ്ഥാനം, അദ്വാനി തുടങ്ങി വെച്ച രാമജന്മഭൂമി പ്രസ്ഥാനത്തെ നമ്മൾ തോൽപ്പിച്ചു, ഇനി ഗുജറാത്തിൽ തോൽപ്പിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. എന്തുകൊണ്ടാണ് മനോരമ അത് റിപ്പോർട്ട് ചെയ്യാതിരുന്നത്? അത് രാമനെതിരെ പ്രസംഗിച്ചതുകൊണ്ടാണ്. രാമനെതിരെ പ്രസംഗിച്ചത് കൊണ്ടുള്ള പ്രതിഷേധം കൊണ്ടല്ല മനോരമ മാറ്റിയത്, മറിച്ച് അത് വായിച്ചാൽ രാമനെ വിശ്വസിക്കുന്ന ഹിന്ദുമത വിശ്വാസികൾക്ക് കോൺഗ്രസിനോട് നീരസം ഉണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ആ വാർത്ത വളച്ചൊടിച്ച് മനോരമ കൊടുത്തത്. അത് രാഹുൽ ഗാന്ധി ഇഷ്ടമില്ലാതെ വരും. അങ്ങനെയുള്ള മനോരമ തന്നെ രാമായണം വിൽക്കണം. പിന്നെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവായിട്ട് നടത്തിയ പ്രസംഗം എന്താണ്? ഹിന്ദുക്കൾ മുഴുവൻ അക്രമകാരികളാണ്, അവർ വിദ്വേഷം മാത്രമാണ് അവരുടെ ഉള്ളിലുള്ള, അവർ നുണ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നിട്ട് പുറത്തിറങ്ങി രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ RSSകാർ ഹിന്ദുക്കളല്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇതാരും ഉദ്ദേശിച്ച ഈ സ്റ്റേറ്റ്മെൻറ്റ്? RSSകാർ ഹിന്ദുക്കളല്ല എന്ന് ആര് പറയുന്നു? രാഹുൽ ഗാന്ധി പറയുന്നു. പാർലമെൻറ്റിന് പുറത്ത് പറയുന്നു. പാർലമെൻറ്റിനകത്ത് പറയുന്നു ഹിന്ദുക്കൾ മുഴുവൻ അക്രമകാരികളും വിദ്വേഷ പ്രചാരകരുമാണ്, നുണയന്മാരുമാണെന്ന്. അപ്പോൾ അത് RSSകാരല്ലാത്ത ഹിന്ദുക്കളെ കുറിച്ചല്ലേ പറഞ്ഞത്? അതിനെ, ആ പ്രസംഗത്തെ, ഹിന്ദു വിരുദ്ധമായ ഒരു പ്രസംഗത്തെ
ഷോക്ക് എന്നും പറഞ്ഞിട്ടാണ്, രാഹുൽ ഷോക്ക് എന്ന് പറഞ്ഞിട്ടാണ് മനോരമ വാർത്തയാക്കിയത്. മാതൃഭൂമി എന്താ ചെയ്തത്? മാതൃഭൂമി നന്ദി രാഹുൽ എന്ന് പറഞ്ഞു. ഹിന്ദുക്കളെ അക്രമകാരികളും നുണയന്മാരും വിദ്വേഷ പ്രചാരികളുമായി ചിത്രീകരിച്ചതിന് നന്ദി പറഞ്ഞു രാഹുലിനോട്. എങ്ങനെ ശ്രീരാമൻ നിൽക്കുന്ന പോലെ വില്ല് കുലച്ച് നിൽക്കുന്ന ഒരു കാർട്ടൂണും വരച്ചിട്ടാണ്, വലിയൊരു പടം അല്ലേ, പടവും വരച്ചിട്ടാണ് മാതൃഭൂമി ചെയ്തത്. മാതൃഭൂമിയുടെ ഒരുപാട് കോപ്പികൾ നിർത്തലാക്കി ഇത് പറയുന്നു. വലിയ കാമ്പയിൻ നടന്നു. ഹിന്ദു വിരുദ്ധത മാതൃഭൂമി കൊണ്ടുവരുന്നതിൻ്റെ പേരിൽ ബോയ്ക്കോട്ട് കാമ്പയിൻ കുറേ ഹിന്ദു സംഘടനകളൊക്കെ ആരംഭിച്ചിരുന്നു. മനോരമയ്ക്ക് വേണേൽ പറഞ്ഞിരിക്കാം, മനോരമ രാഹുൽ ഷോക്ക് എന്നുള്ള ഷോയും ഇക്ക് എന്നുള്ള അക്ഷരവും 2 കളറിലാണ് കൊടുത്തത്. വേണമെങ്കിൽ രാഹുൽ ഷോ എന്നും വായിക്കാം, ഷോക്ക് എന്നും വായിക്കാം. 2 കൂട്ടരെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലൊരു തലക്കെട്ട് മനോരമ അവരുടെ പ്രൊഫഷണലിസം കാണിച്ചു. എന്നാൽ പോലും രാമൻ്റെ കാര്യത്തിൽ അത്ര നീതിപൂർവമായ നിലപാടല്ല മനോരമ എടുത്തത്. കുറഞ്ഞ പക്ഷം അവർ എന്ത് ചെയ്യണമായിരുന്നു? രാഹുലിൻ്റെ ആ പ്രസംഗം രാമജന്മഭൂമി പ്രസ്ഥാനത്തെ നമ്മൾ തോൽപ്പിച്ചു എന്നുള്ളതെങ്കിലും സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അതെ. ഇനിയിപ്പം ഈ മറ്റൊന്നുകൂടി നോക്കണം. ഈ മാതൃഭൂമി പത്രം ഇപ്പം ഹിന്ദുക്കളെ സമുദ്ധരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ രാമായണം ഇറക്കുന്നത്. മാതൃഭൂമി മുൻകാലങ്ങളിലെടുത്ത മീശ എന്നൊരു നോവൽ ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് എത്ര നീചമായിട്ടാണ് ഹിന്ദുക്കളെക്കുറിച്ച് പറയുന്നത്, ക്ഷേത്രത്തിൽ പോകുന്ന സ്ത്രീകളെക്കുറിച്ച് പറയുന്നത്, പട്ടികജാതിക്കാരായ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത്. ശരിക്കും ഇവിടെ പട്ടികജാതി വർഗ പീഡനം ഉണ്ടല്ലോ, അതിന് പറയാൻ കേസെടുക്കാവുന്ന വകുപ്പുകൾ പോലും ആ നോവലുണ്ട്. അത് പരമ്പരയായിട്ട് പ്രസിദ്ധീകരിച്ചു. അതെ. വിവാദം ഉണ്ടായപ്പോൾ DC ബുക്സ് അഭിമാനപൂർവ്വം ആവേശപൂർവ്വം അത് നോവലായിട്ട് പ്രസിദ്ധീകരിച്ച് ആയിരക്കണക്കിന് കോപ്പി അടിച്ചിറക്കി. ഹിന്ദുക്കളുടെ നെഞ്ചത്തേക്കല്ലേ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ പ്രസിദ്ധീകരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഏത് പുസ്തകവും പ്രസിദ്ധീകരിക്കാം, പുസ്തകങ്ങളൊന്നും വിലക്കണ്ട. പക്ഷേ അപ്പോൾ ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കറ്റുണ്ട്. കാരണം സോക്കോൾഡ് ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും വളരെ ശക്തമായി നിൽക്കുന്ന ഒരു നാടാണ് കേരളം. അതുകൊണ്ട് ഹിന്ദുത്വത്തിനെതിരെ പറഞ്ഞാൽ ആർക്കും മാർക്കറ്റ് കിട്ടും. ഞാൻ നാളെ ഇപ്പോൾ പറയുന്ന ഞാൻ ഹിന്ദു മതം വളരെ മോശമാണ്, കച്ചറയാണ്, ഹിന്ദു ദൈവങ്ങളൊക്കെ കുഴപ്പക്കാരാണെന്നൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ടാടാൻ ആളുണ്ടാവും. എനിക്ക് ഒരുപാട് വേദികൾ കിട്ടും, ഒരുപാട് വിദേശയാത്രകൾ കിട്ടും, ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും, ഒരുപാട് പദവികൾ കിട്ടും, ഒരുപാട് സ്ഥലങ്ങളിൽ എന്നെ പ്രസംഗിക്കാൻ കൊണ്ടുപോകും. ഇത് എല്ലാവരും, ഇത് ഹിന്ദുവിനെതിരെ പറയുന്ന ആൾ, അത് ഹിന്ദു ആണെങ്കിലാണ് ഏറ്റവും. ഹിന്ദുവിനെതിരെ പറയുന്നത് ഹിന്ദുവിന് കിട്ടുന്ന ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം സൗഭാഗ്യങ്ങളുടെ ഒരു കാലമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഹിന്ദു അല്ലാത്ത ആൾ പറഞ്ഞാലും ഇത് തന്നെയാണ്, അവർക്ക് വലിയ പരിഗണന കിട്ടും, അവർ വലിയ സാംസ്കാരിക നായകരും ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ അത്തരം ഒരു കാലത്ത് ഹിന്ദുവിനെയും ഹിന്ദു വികാരത്തെയും എന്തൊരു രാമനെ പോലും തള്ളി പറയുന്ന ആളുകൾ കർക്കിടക മാസം ആകുമ്പോൾ രാമായണത്തിന് വേണ്ടി വാദിക്കുന്നത് വലിയ കഷ്ടമാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഓർക്കാൻ കാരണം ഗുരുവായൂരുള്ള മാതൃവേദി എന്നൊരു സംഘടന വ്യാപകമായൊരു കാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഹിന്ദുവിനും രാമനും എതിരെ നിലപാടെടുത്തിട്ടുള്ള ആളുകളുടെ അവരിറക്കുന്ന രാമായണങ്ങൾ വാങ്ങരുതെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുരുക്ഷേത്ര അല്ലെങ്കിൽ അങ്ങനെയുള്ള ദേവി ബുക്സ്, വിദ്യാരംഭം പബ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുന്ന ചെറിയ ആളുകൾ, പരമ്പരാഗതമായി ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഇറക്കുന്ന ആളുകളുടെ രാമായണമൊക്കെ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അതൊക്കെ വാങ്ങാതെ ഇത്തരം പുസ്തകങ്ങൾ വാങ്ങുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. അപ്പോൾ അതിനകത്തൊരു കഴമ്പുണ്ട്. കാരണം ഈ പുസ്തകം ഇറക്കാനുള്ള അവകാശം DC-ക്കുണ്ട്, മനോരമയ്ക്കുണ്ട്, മാതൃഭൂമിക്കുണ്ട്, ഇനി വേറെ ആരും ഇറക്കട്ടെ, മാധ്യമം വരെ ഇറക്കട്ടെ, അതൊന്നും ഒരു കുഴപ്പമില്ല, അവരുടെ അവകാശമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ആളുകൾ ഒരു മാതൃവേദി, ഗുരുവായൂർ മാതൃവേദിക്കെങ്കിലും ഇവരുടെ ഈ 2-3 സ്ഥാപനങ്ങളെ പേരെടുത്ത് പറഞ്ഞ് ഇവർ ഹിന്ദുക്കളെ ദ്രോഹിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്? ഇപ്പോൾ DC ബുക്സിനെ കുറിച്ച് അങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. DC ബുക്സ് പക്ഷേ DC നടത്തുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്താൽ ഒരു ആൻറ്റി ഹിന്ദു പ്രൊപ്പഗാൻഡയുടെ വേദിയായി മാറുന്നുണ്ട്. അതിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോകൾ കണ്ടാലൊക്കെ അറിയാം. ഹിന്ദുക്കൾക്കെതിരെ, BJPക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നടത്താനുള്ള വേദിയായിട്ട് നിർഭാഗ്യവശാൽ DC-യുടെ ഇത്തരം കലോത്സവങ്ങൾ മാറുന്നുണ്ട്. അത് രവി DC അറിഞ്ഞിട്ടാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരു സംഘാടകരിലൊക്കെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷക്കാരായ ആളുകളായിരിക്കും. അപ്പോൾ അത് കാരണം ഇവിടെ ഭൂരിപക്ഷ സമുദായത്തിൽ അല്ലെ ഹിന്ദു വിഭാഗത്തിൽ ഇത്തരം കാര്യങ്ങൾ സാംസ്കാരികമായി സംസാരിക്കാനുള്ള ശേഷിയില്ലാത്ത ആളുകൾ കുറ്റിയേറ്റ് പോയതുകൊണ്ടാണെന്നറിയില്ല, DC നോക്കിയിട്ട് കാണുന്നില്ലായിരിക്കാം. അപ്പോൾ ഏതായാലും ഈ ഒരു പൊതു പ്രസിദ്ധീകരണശാല, മലയാളത്തിൽ മഹത്തായ പുസ്തകങ്ങളൊക്കെ ഒരുപാട് ഇറക്കുന്നുണ്ട് DC. പക്ഷേ അവരെല്ലാവരെയും ഒരേപോലെ കാണണം. മാതൃഭൂമി മനോരമയും നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ്, 100 വർഷത്തിനപ്പുറത്ത് പാരമ്പര്യമുള്ള നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളാണ്. പക്ഷെ അവർക്ക് രാഷ്ട്രീയ നിലപാടുകൾ നിങ്ങൾ എഡിറ്റോറിയൽ പേജിൽ പറയുക, വാർത്തകളെ വളച്ചൊടിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്നതിന്. സത്യസന്ധമായ വാർത്ത അറിയാൻ നമുക്ക് അവകാശമുണ്ട്. അതിനകത്ത് ഒരു വിഭാഗം ആളുകളെ
അങ്ങ് പ്രീണിപ്പിക്കാനും മറ്റുള്ളവരെ ഇകഴ്ത്താനും ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് നോക്കൂ, നമ്മളിന്ന് സംസാരിക്കുന്ന ദിവസം ഡേറ്റ് എത്രയാണ്? ഇന്നിപ്പം 11-ാം തീയതി. 11-ാം തീയതിയിലെ പത്രങ്ങൾ നോക്കൂ. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോടതി വിധി വന്നിട്ടുണ്ട്. അതെ, CRPC 125 അനുസരിച്ച് ജീവനാംശത്തിന് മുസ്ലിം സ്ത്രീകൾ, എല്ലാ സ്ത്രീകൾക്കും, മുസ്ലിം സ്ത്രീകൾക്കും അവകാശമുണ്ട്. സ്ത്രീകളുടെ പേരിൽ വിവേചനം പാടില്ല. രാജ്യത്തെ മതനിരപേക്ഷ നിയമത്തിന് മുകളിലല്ല ശരീഅത്ത് പോലെയുള്ള മത നിയമങ്ങൾ. അപ്പോൾ ശരീഅത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് CRPC 125 അനുസരിച്ച് ജീവനാംശം ചെലവിന് കൊടുത്തേ പറ്റൂ എന്ന് സുപ്രീം കോടതി പറയുന്നു. അത് ഇന്ത്യയിലെ സ്ത്രീകളെ സംബന്ധിച്ച് വലിയ വിജയമല്ലേ? അതെ, ഇസ്ലാം മതം അനുസരിച്ച് കല്യാണം കഴിച്ചാലും അത് വിവാഹമോചനം നേടിയാലും ഇവർക്ക് ഈ കേസുമായിട്ട് പോകാം. അപ്പോൾ ആ കേസ് കൊടുക്കാം, കിട്ടിയില്ലെങ്കിൽ ക്രിമിനൽ കേസ് കൊടുക്കാം CRPC പ്രകാരം. അത് ശരിക്കും ഇന്ത്യയിലെ സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക് വലിയ കരുത്ത് പകരുന്ന വിധിയാണ്. എന്തുകൊണ്ടാണ് ഇന്നത്തെ മനോരമയും മാതൃഭൂമിയൊക്കെ അതൊരു മെയിൻ വാർത്തയാക്കാതെ ഒതുക്കി? മാതൃഭൂമിയുടെ ആണെങ്കിൽ 2 കോളത്തിൽ ഒരു മൂലയ്ക്ക് കൊടുത്തിട്ടുണ്ട്, മനോരമ ഒരു 3 കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് പ്രധാനപ്പെട്ട വാർത്തയാവണ്ടല്ലേ? അതെ, സ്ത്രീകളെ സംബന്ധിച്ച് അത് മാത്രമല്ല, മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമല്ല, ഏത് സ്ത്രീകൾക്കും അവകാശമുണ്ട്. അതായത് ഇനി വിവാഹിത അല്ലെങ്കിൽ പോലും, ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡുള്ള ആണെങ്കിൽ, റിലേഷനിലാണെങ്കിൽ പോലും ഇത് കിട്ടും എന്നാണ്, ഇതിനുള്ള അർഹതയുണ്ടെന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന മതനിയമങ്ങൾക്ക് മുകളിലാണ് രാജ്യത്തെ മതനിരപേക്ഷ നിയമം എന്ന് പറയുന്ന ഒരു വിധി വന്നപ്പോൾ അത് തീർച്ചയായും യൂണിഫോം സിവിൽ കോഡിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സംഘടിത മതന്യൂനപക്ഷ വിഭാഗത്തിൽ, പറയാതിരിക്കേണ്ട, മതന്യൂനപക്ഷങ്ങളിൽ എല്ലാവരും ഒന്നുമില്ല, ക്രിസ്ത്യാനിക്കൊന്നും ഒരു പ്രശ്നമില്ല, മുസ്ലിങ്ങളെ അലോസരപ്പെടുത്തുന്ന ഒരു സംഭവമായതുകൊണ്ട് അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്നതുകൊണ്ട് ആ വാർത്ത കൊടുത്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുക മനോരമ. ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കരുതിയത് ഇന്ന് മനോരമയിലും മാതൃഭൂമിയിലും പ്രധാന വാർത്തയാവും, അതേക്കുറിച്ച് ചർച്ചയുണ്ടാവും എന്നൊക്കെയാണ്. നിർഭാഗ്യവശാൽ ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ പ്രീണിപ്പിക്കുന്നത് എല്ലാ തരത്തിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുകയാണ്. നമ്മുടെ സാധനങ്ങൾ വിറ്റഴിക്കേണ്ട സമയമാകുമ്പം ഹിന്ദുക്കളെ നിങ്ങൾ വേണം എന്ന് പറയുന്ന ഒരു നയം കണ്ടും മടുത്തിട്ടായിരിക്കാം ഗുരുവായൂർ മാതൃവേദി രാമായണം വാങ്ങുമ്പോൾ ഹിന്ദു വിരുദ്ധൻ്റെ, രാമനെ എതിർക്കുന്നവരുടെ രാമായണം വാങ്ങരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു വിഭാഗം പരസ്യമായി പുസ്തകങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നത് പോലും അപൂർവമാണ്. ഗത്യന്തരമില്ലാതെ ഗതികെട്ട് അവർ ആ അവസ്ഥയിൽ എത്തിയതായിരിക്കാം, നിവൃത്തിയുടെ കൊണ്ട് എത്തിയതായിരിക്കും. അപ്പോൾ ഹിന്ദുക്കളെ ഇങ്ങനെ നിങ്ങളൊരു വിൽപ്പന ചരക്കായി മാത്രം കാണുന്നു എന്ന് അവർക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ 3 പ്രസാധകരും അവർ പറയുന്നതിൽ വല്ല കാമ്പുണ്ടോ കഴമ്പുണ്ടോ എന്ന് നോക്കണം. അല്ലാതെ അവരുടെ പൈസ മാത്രം മതി എന്നുള്ള നിലപാട് എടുക്കരുത്. അവരൊന്ന് ആത്മപരിശോധന നടത്തണം. ഗുരുവായൂർ മാതൃവേദിക്കാരുടെ പരാതി നിങ്ങളൊന്ന് ചെവിക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗുരുവായൂർ മാതൃവേദിക്കാർ പറയുന്നതിൽ കാമ്പുണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ രാമായണം വാങ്ങുകയാണെങ്കിൽ എനിക്ക് അവർ പറയുന്ന ഇഷ്യൂസിനോട് മതിപ്പുണ്ട്. ഞാൻ എന്തായാലും ഇത്തവണ രാമായണം വാങ്ങുകയാണെങ്കിൽ ഞാൻ വിദ്യാരംഭത്തിൻ്റെയോ അതുപോലുള്ള ഏതെങ്കിലും ഒരു ഹിന്ദു സ്ഥാപനങ്ങളുടെ രാമായണം വാങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബാക്കിയൊക്കെ പ്രേക്ഷകർക്ക് അവരുടെ ഇഷ്ടം പോലെ തീരുമാനിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.